ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. അങ്ങനെ കൃഷ്ണ നമ്മുടെ സുനന്ദയോട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. നവീൻ ഞാനിങ്ങനെ വീഴാൻ പോയപ്പോൾ നവീൻ പിടിച്ചതും തൻ്റെ മുകളിലേക്ക് തൊട്ടത് പിടിച്ചതും എല്ലാം പറയുന്നു. അപ്പോൾ സുനന്ദയെ കളിയാക്കുന്നു. അപ്പം കൃഷ്ണ പറയും ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയും. അപ്പോൾ ഗോപാലൻ പറയും അങ്ങനെ പറയില്ല മോളെ, കാരണം അമ്മയുടെ കാര്യം ആലോചിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കൃഷ്ണ പറയും ശരിയാ, അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയാകുമെന്ന് പറയും. അങ്ങനെ കൃഷ്ണ പോയി കിടക്കാൻ വേണ്ടി ഒരുങ്ങും. ഇതേ സമയത്ത് നവീൻ്റെ വീട്ടുകാരാണെങ്കിൽ കൃഷ്ണയെ കണ്ടതിന് ശേഷം അവരുടെ മനസ്സ് മാറുകയാണ്. മുത്തശ്ശി നവീൻ്റെ അച്ഛനോട് പറയുകയാണ്, മോനെ ഇന്ന് എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി, പ്രത്യേക ഒരു അടുപ്പം തോന്നി. ഈ കല്യാണം മുടക്കാൻ എനിക്ക് തോന്നുന്നില്ല, ആ കുട്ടിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവർക്കത് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുകയാണെന്ന് പറയുകയാണ്. അതുകൊണ്ട് ഈ കല്യാണം നമ്മൾ മുടക്കണ്ട, നമ്മൾ പറഞ്ഞ് നിശ്ചയിച്ചതുപോലെ തന്നെ നടത്താമെന്ന് പറയുന്നു. അതേസമയം നവീനാണെങ്കിലും കൃഷ്ണയോട് വളരെ അടുപ്പം തോന്നുന്നത് സ്വയം ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇന്ന് വല്ലാത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, വളരെ സ്നേഹം തോന്നുന്നു, അടുപ്പം തോന്നുന്നു. അങ്ങനെ നമ്മുടെ കൃഷ്ണയെപ്പറ്റി ആലോചിച്ചിരിക്കുന്ന സമയത്താണ് മാണിക്കുഞ്ഞ് അങ്ങോട്ട് വരുന്നത്. എന്താ സാറേ ഇത്, എന്താ ആലോചിക്കുന്നതെന്ന് പറയും. അപ്പോൾ പറയും അല്ല, ഇന്ന് ഗാഥയെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി, പ്രത്യേക ഒരു അടുപ്പം തോന്നി, എന്നൊന്നും ഇല്ലാത്തൊരടുപ്പമാണ് തോന്നിയെന്നൊക്കെ പറയും. അപ്പോൾ മാണിക്കുഞ്ഞ് ചോദിക്കും അപ്പോൾ സാറിൻ്റെ ബിസിനസ്സാണോ ഗാഥാ മേഡം ആണോ വലുതെന്ന് ചോദിക്കും. അപ്പോൾ പറയും രണ്ടും ഒരുപോലെ എന്ന് പറയും. അപ്പോൾ മാണിക്കുഞ്ഞ് പറയും ഇപ്പം അങ്ങനെ പറയും, കുറച്ച് കഴിയുമ്പോഴത്തേനും സാറ് പറയും ഗാഥാ മേഡം തന്നെയാണ് എനിക്ക് വലുതെന്ന് പറയും. അങ്ങനെ അതിനുശേഷം നമ്മുടെ നവീൻ ഇരുന്ന് ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. കൃഷ്ണ വീഴാൻ പോയതും അതുപോലെ വീണപ്പോൾ മുകളിലേക്ക് വീഴുന്നതും തൊട്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുന്നു. ഇതേ സമയം കൃഷ്ണയാണെങ്കിലും ഇതെല്ലാം ആലോചിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. കൃഷ്ണയുടെ ഉള്ളിൽ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നു. ഇതേ സമയത്ത് കൃഷ്ണയുടെ വീട്ടിലാണ് കൃഷ്ണയെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഓരോ ചെറുക്കന്മാരുടെ ഫോട്ടോ ഒക്കെ കാണുന്നു. അങ്ങനെ കൃഷ്ണയുടെ ഫ്രണ്ടിനോട് പറയുന്നു അലമാരിയിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, അതെടുത്തിട്ട് വരാൻ പറയുന്നു. അങ്ങനെ അവളത് എടുത്തുകൊണ്ട് വരുന്നു. അതൊരു സ്വർണ്ണമാലയാണ്. അപ്പോൾ അത് കാണിച്ചിട്ട് പറയും മോളെ ഇത് നിന്നെ ഞാൻ അപ്പോൾ അവൾ തുറന്നു നോക്കും, ഇതെന്താ അമ്മ ഇത്, കൃഷ്ണ കണ്ടിട്ടില്ലേ? ഞാൻ പറയും ഇത് ആരും കണ്ടിട്ടില്ലല്ലോ, അവളും കാണിച്ചിട്ടില്ല എന്ന് പറയും. എനിക്ക് അവൾക്ക് കൊടുക്കാനുള്ള ആകെയുള്ള സമ്പാദ്യമാണ് ഇതെന്ന് പറയും. അപ്പോൾ ചോദിക്കുക അമ്മ എന്തിനാ ഇപ്പോൾ ഇത് കാണിച്ചതെന്ന് പറയും. നാളെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൃഷ്ണയ്ക്ക് നീ ഇത് കൊടുക്കണം എന്നുള്ള രീതിയിൽ പറയും. അങ്ങനെ അവിടെ ആ സീൻ അവസാനിക്കുകയാണ്. പിന്നീട് നമ്മുടെ ഈ നവീൻ ഇങ്ങനെ ഇരുന്ന് ഗാഥയെപ്പറ്റി തന്നെ ആലോചിക്കുകയാണ്. ആ സമയത്ത് മാണിക്കുഞ്ഞ് അങ്ങോട്ട് വരും. അപ്പോൾ പറയും നമുക്കൊന്ന് ഗാഥയുടെ വീട്ടിലേക്ക് പോയാലോ എന്ന് പറയും. അപ്പോൾ മാണിക്കുഞ്ഞ് പറയും അത് ശരിയല്ല, അങ്ങനെ ആകരുതെന്ന് പറയും. സാറ് വേണേൽ ഇവിടെ ഇരുന്ന് വിളിച്ചോളാൻ പറയും. അങ്ങനെ വിളിക്കുമ്പോൾ നമ്മുടെ ഗാഥ പഴയ സംസാരം ഹേയ് സുഖമാണോ അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കും. അപ്പം നവീൻ പറയും എനിക്കിതല്ല, നീ ഇന്നലെ സംസാരിച്ച പോലെയൊക്കെ സംസാരിക്കാൻ പറയും. പെട്ടെന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അങ്ങനെ ഗാഥയ്ക്കാണ് ദേഷ്യം വരും. അങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു.